ശുദ്ധജലം എന്നത് കേവലം ഒരു പ്രകൃതി വിഭവം മാത്രമല്ല, മറിച്ച് മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരമായ മൗലികാവകാശമാണ്. എന്നാൽ നമ്മുടെ ജലസ്രോതസ്സുകൾ നേരിടുന്ന മലിനീകരണവും അത് ജനാരോഗ്യത്തിന് മേൽ ഉയർത്തുന്ന ഭീഷണിയും അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ്. വെങ്ങര പഞ്ചായത്തിലെ ജലമലിനീകരണവും സാംക്രമിക രോഗങ്ങളുടെ വ്യാപനവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ച് ശാസ്ത്രീയമായി അന്വേഷിക്കുകയാണ് ഈ പ്രൊജക്റ്റിലൂടെ നമ്മുടെ കുട്ടിഗവേഷകർ. വെങ്ങര ഉപജില്ലയിലെ 15 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 30 കുട്ടിഗവേഷകരാണ് ഈ സുപ്രധാന പഠനത്തിന് പിന്നിൽ അണിനിരന്നത്. കേവലം ഒരു പഠനത്തിൽ ഒതുങ്ങി നിൽക്കാതെ വെങ്ങര പഞ്ചായത്തിലെ 50 കുടുംബങ്ങളിൽ നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിക്കുകയും അവ കൃത്യമായി വിശകലനം ചെയ്യുകയും ചെയ്തതിലൂടെ മലിനീകരണത്തിന്റെ ഭീകരാവസ്ഥ പുറത്തു കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിച്ചു. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടതിന്റെയും കുടിവെള്ളം ശുദ്ധീകരിക്കേണ്ടതിന്റെയും അനിവാര്യതയെക്കുറിച്ച് സമൂഹത്തിൽ പുതിയൊരു അവബോധം സൃഷ്ടിക്കുകയാണ് ഈ മിടുക്കരായ വിദ്യാർത്ഥികൾ. ജനാരോഗ്യത്തെ ബാധിക്കുന്ന ഈ വിപത്തിനെ ശാസ്ത്രീയമായി പ്രതിരോധിക്കുകയും സുരക്ഷിതമായൊരു നാളെയെ സ്വപ്നം കാണുകയും ചെയ്യുന്ന ഈ പഠനത്തിന്റെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കാനായി ആരുഷി എം, മിഷാൽ KP, ആൻമരിയ RR എന്നിവരെ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളെ വീഡിയോസ് ഒക്കെ എന്തായിട്ടുണ്ടാവല്ലേ? നമ്മളെ അക്കൗണ്ട് ഇപ്പൊ വെറുതെ കാലായി കിടക്കേക്കാരം. അതന്നെ എന്തായാലും നോക്കിയോക്ക്, നമ്മളുണ്ടല്ലോ യൂട്യൂബിലിട്ട് വീഡിയോസിനൊക്കെ കുറെ ലൈക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കുണ്ടല്ലോ നമ്മുടെ പ്രൊജക്ട് ഇതേപോലെ ലൈക്ക് ചെയ്താലോ? നല്ലൊരു ഐഡിയ ആണ്. അതുകൊണ്ട് നമുക്ക് കുറെ ഫോളോവേഴ്സ് കിട്ടും. നമുക്കൊരു അന്വേഷണ വീഡിയോ ഇട്ടിട്ടാലോ? എന്നാ വാ ഗൈസ്. എനിക്ക് ഫോണൊന്നും വേണ്ടേ? ഓക്കെ, ഫിൽറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഹലോ ഗൈസ്, ക്യൂരിയസ് ടീൻസിന്റെ അന്വേഷണ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ കാണികളല്ല, ഞങ്ങൾ അന്വേഷകർ. ഞങ്ങൾ കേൾക്കുന്നവരല്ല, ഞങ്ങൾ ചോദിക്കുന്നവർ. ഇതാണ് നമ്മുടെ വേദി, ഇതാണ് നമ്മുടെ ശബ്ദം. ഈ യൂട്യൂബ് ചാനൽ സത്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു ഇടമാണ്, മാറ്റങ്ങൾക്ക് വഴിതെളിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വേങ്ങര പഞ്ചായത്ത് ഒരു ആരോഗ്യ പ്രതിസന്ധി നേരിട്ടു. കണ്ണിൽ കാണാനാവാത്ത, ശരീരത്തെ ബാധിക്കുന്ന നിശബ്ദമായ ഒരു ആക്രമണ ഭീഷണി. ഒരു തുള്ളി വെള്ളം കൊണ്ട് നമുക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. എന്നാൽ അതേ ഒരു തുള്ളി വെള്ളം കൊണ്ട് തന്നെ നമുക്ക് ആ ജീവനെ എടുത്തു കളയാനും സാധിക്കും. ജീവൻ നൽകേണ്ട ജലം അസുഖങ്ങൾ പടർത്തുന്ന ഒരു ഉറവയായി മാറിയപ്പോൾ ഒരു പഞ്ചായത്തിന്റെ മാത്രമല്ല മുഴുവൻ സമൂഹത്തിന്റെയും ഉത്തരവാദിത്തത്തെ അത് ചോദ്യം ചെയ്തു. അപ്പോഴാണ് വേങ്ങര പഞ്ചായത്തിലെ ജലമലിനീകരണ തോതും സാംക്രമിക രോഗങ്ങളുടെ വ്യാപനവും എന്ന വിഷയത്തിൽ ഞങ്ങൾ ഗവേഷണം ആരംഭിച്ചത്. വെള്ളം മനുഷ്യജീവിതത്തിന് ആവശ്യമായ ഒരു പ്രകൃതി വിഭവമാണ്. കുടിവെള്ളം, പാചകം, കൃഷി എന്നിങ്ങനെ പല ആവശ്യങ്ങൾക്കായി നാം വെള്ളം ഉപയോഗിക്കുന്നു. ശുദ്ധജലമില്ലാതെ മനുഷ്യന് ആരോഗ്യകരമായി ശബ്ദം കൂട്ടി പറയും. മലപ്പുറം ജില്ലയിലെ വേങ്ങര പഞ്ചായത്ത് മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുകയും കൊതുകുകൾ വർദ്ധിക്കുകയും ഡെങ്കിപ്പനി, ചിക്കുൻകുനിയ പോലുള്ള രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. കൂടാതെ മലിനജലം ഉപയോഗിക്കുന്നതിലൂടെ കോളറ, ടൈഫോയിഡ്, വയറിളക്കം, മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ കുട്ടികളിലും വയോധികരിലും കാണപ്പെടുന്നു. ഈ പഠനത്തിലൂടെ സമൂഹത്തിന് മുമ്പിൽ വേങ്ങര പഞ്ചായത്തിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക, പഞ്ചായത്തിൽ കൂടുതലായി കാണപ്പെടുന്ന സാംക്രമിക രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക, ജലമലിനീകരണത്തിന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക, ജലമലിനീകരണവും രോഗവ്യാപനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ അവബോധം പരിശോധിക്കുക. ജലമലിനീകരണം കുറയ്ക്കാൻ സർക്കാർ, പഞ്ചായത്ത് നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് ജനങ്ങളുടെ അറിവ് പരിശോധിക്കുക. ജലമലിനീകരണം കുറയ്ക്കാൻ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം ശേഖരിക്കുക. ജലമലിനീകരണം ജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നത് വിലയിരുത്തുക. കഴിഞ്ഞ വർഷങ്ങളിൽ വേങ്ങര പഞ്ചായത്തിൽ സാംക്രമിക രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് കണ്ടെത്തുക. മഴക്കാലത്ത് ജലമലിനീകരണം വർദ്ധിക്കാറുണ്ടോ എന്ന് പഠിക്കുക. പഞ്ചായത്തിലെ ജലത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് ജനങ്ങളോട് ചോദിച്ചറിയുക. ശുദ്ധജലം ഉപയോഗിക്കുന്നത് രോഗവ്യാപനം തടയാൻ സഹായകരമാണെന്ന കാര്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായം മനസ്സിലാക്കുക. വിദ്യാർത്ഥികളിൽ ജലസംരക്ഷണത്തെയും ആരോഗ്യ സംരക്ഷണത്തെയും കുറിച്ചുള്ള ബോധവൽക്കരണം വളർത്തുക. ഇവയെല്ലാമായിരുന്നു ഞങ്ങളുടെ പഠനത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങൾ. ഞങ്ങൾ കാണാൻ മാത്രമൊന്നുമില്ല, ഞങ്ങൾ അന്വേഷിച്ചു. റാൻഡം സാമ്പിളിംഗ് മെത്തേഡിലൂടെ തെരഞ്ഞെടുത്ത വേങ്ങര പഞ്ചായത്ത് പരിധിയിലെ 50 വീടുകളിൽ ചെന്നു. ചോദ്യാവലി ഉപയോഗിച്ച് സർവേ നടത്തി. പത്രങ്ങൾ, മാസികകൾ, പാഠപുസ്തകങ്ങൾ, ഓൺലൈൻ ലേഖനങ്ങൾ എന്നിവ ഉപയോഗിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു. RK രാജന്റെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് എന്നതും PN ചോപ്രയുടെ വാട്ടർ റിസോഴ്സസ് ആൻഡ് പൊല്യൂഷൻ എന്നതും ഇതിന് ഉദാഹരണങ്ങളാണ്. ഓരോ പഠനത്തിനും ഓരോ സത്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ചില പരിമിതികളും.
ഞങ്ങളുടെ ഈ പഠനം വേങ്ങര പഞ്ചായത്തിലെ ചില തിരഞ്ഞെടുത്ത പ്രദേശങ്ങളിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ശേഖരിച്ച വിവരങ്ങൾ ആളുകൾ നൽകിയ മറുപടികളെ ആശ്രയിച്ചുള്ളതായതിനാൽ അവ പൂർണ്ണമായും കൃത്യമായിരിക്കണമെന്നില്ല. ഞങ്ങൾ പഠനത്തിനായി തിരഞ്ഞെടുത്ത സാമ്പിൾ വലുപ്പം വെറും 50 പേർ മാത്രമായിരുന്നതിനാൽ എല്ലാ ജനവിഭാഗങ്ങളുടെയും അഭിപ്രായങ്ങൾ പ്രതിഫലിപ്പിക്കണമെന്നില്ല. ചില പ്രതികരണക്കാർ ചോദ്യങ്ങൾക്ക് പൂർണ്ണമായ ഉത്തരം നൽകാത്തതും ഈ പഠനത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ജലത്തിന്റെ ഗുണനിലവാര പരിശോധന ഈ പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ കുട്ടികളായതുകൊണ്ട് അതിന്റെയും ചില പരിമിതികൾ ഉണ്ടായേക്കാം. കഥകൾ കേട്ടു, അനുഭവങ്ങൾ ശേഖരിച്ചു. ഒരു പ്രശ്നമുണ്ടെന്ന് പറയുക വളരെ എളുപ്പമാണ്. പക്ഷേ അത് തെളിയിക്കുവാൻ കണക്കുകൾ വേണം, വിശ്വാസയോഗ്യമായ വിവരങ്ങൾ വേണം, ഗൗരവമായ വിശകലനം വേണം, ഉറച്ച തെളിവുകൾ വേണം. വേങ്ങരയിൽ നടന്നത് യാദൃശികമായ ഒരു സംഭവമോ അതോ ജലമലിനീകരണവുമായി ബന്ധപ്പെട്ട ഒരു യാഥാർത്ഥ്യമോ? അതിനുള്ള ഉത്തരമാണ് ഞങ്ങളുടെ ഡാറ്റ അനാലിസിസ്. ഈ ചാർട്ടിലുള്ളത് വെറും കണക്കുകളല്ല, വേങ്ങരയുടെ യാഥാർത്ഥ്യത്തിന്റെ പ്രതിഫലമാണ്. ഈ പൈ ഡയഗ്രാമിലൂടെയും ബാർ ഡയഗ്രാമിലൂടെയും ഞങ്ങൾ കണ്ടെത്തിയത് ഇതൊക്കെയാണ്. ഞങ്ങൾ ചില കഥകൾ പറയപ്പെടാതെ പോകുന്നു, ചില സത്യങ്ങൾ മറച്ചുവെക്കപ്പെടുന്നു. എന്നാലും ഞങ്ങൾ അന്വേഷിക്കും. ഞങ്ങൾ അന്വേഷിച്ചു, കണക്കുകൾ ശേഖരിച്ചു, പരിശോധിച്ചു. അവസാനം കുറേയേറെ സത്യങ്ങൾ തെളിഞ്ഞു. ഈ ചാർട്ടിലുള്ളത് വെറും കണ്ടെത്തലുകളല്ല, വേങ്ങരയുടെ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ്. ഞങ്ങളുടെ കണ്ടെത്തലുകൾ. ഞങ്ങളുടെ ഡാറ്റ കളക്ഷനോട് പ്രതികരിച്ചവരിൽ മിക്കവരും യുവാക്കളും പുരുഷന്മാരുമായിരുന്നു. 70% ആളുകളും അഭിപ്രായപ്പെട്ടത് മഴക്കാലത്ത് വെള്ളം കൂടുതൽ മലിനമാകുന്നു എന്നാണ്. മഴക്കാലത്ത് 72% സാംക്രമിക രോഗങ്ങൾ വ്യാപിക്കുന്നു എന്നതാണ്. സർക്കാർ പഞ്ചായത്തും ജലമലിനീകരണം കുറയ്ക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഗുണനിലവാരം കുറഞ്ഞ വെള്ളമാണ് ഏറെയും പേരെ ആശ്രയിക്കുന്നത്. 24% ആളുകൾ മാത്രമേ ഗുണനിലവാരമുള്ള വെള്ളം ഉപയോഗിക്കുന്നുള്ളൂ. മാലിന്യങ്ങൾ വെള്ളത്തിലേക്ക് ഒഴുക്കി വിടുന്നത്, സെപ്റ്റിക് ടാങ്ക് ചോർച്ച, കാർഷിക രംഗത്തെ രാസവളങ്ങൾ, വ്യാവസായിക മാലിന്യങ്ങൾ എന്നിവയെല്ലാം ജലമലിനീകരണത്തിന്റെ പ്രധാന കാരണങ്ങളാണ്. 12% ആളുകൾക്ക് മഞ്ഞപ്പിത്തവും, 16% ആളുകൾക്ക് ടൈഫോയിഡും, 28% ആളുകൾക്ക് വയറിളക്കവും, 4% ആളുകൾക്ക് കോളറയും, 40% ആളുകൾക്ക് മറ്റുള്ള രോഗവുമാണ് പിടിപെട്ടത്. കൂടാതെ രോഗങ്ങൾ ജലം വഴി പകരുന്നതാണെന്ന് പ്രതികരിച്ച ആളുകളാണ് കൂടുതൽ. കുടിവെള്ളത്തിനായി 40% പേരും ഉപയോഗിക്കുന്നത് കിണർ വെള്ളമാണ്. ബാക്കിയുള്ളവർ പൈപ്പ് വെള്ളം, തോട്, നദി എന്നീ സ്രോതസ്സുകളാണ് ഉപയോഗിക്കുന്നത്. കിണറുകളും ജലസ്രോതസ്സുകളും സംരക്ഷിക്കുന്നത് വെറും 50% പേർ മാത്രമാണ്. 60% ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത് ജലമലിനീകരണം അവരുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് എന്നാണ്. ജലമലിനീകരണവും രോഗവ്യാപനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ അവബോധം വർദ്ധിപ്പിക്കുന്നു. പ്രശ്നം കണ്ടെത്തി, കാരണം തിരിച്ചറിഞ്ഞു. ഇനി ചോദ്യം ഒന്ന് മാത്രം: ഇനി എന്ത് ചെയ്യണം? ഇനി വേണ്ടത് മാറ്റം. ഒരു പ്രശ്നം കണ്ടെത്തുക എളുപ്പമാണ്, പക്ഷെ അതിനുള്ള പരിഹാരം പറയാനുള്ള ഉത്തരവാദിത്വവും ഞങ്ങളുടേതാണ്. അതിനാൽ ഞങ്ങൾ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നു. കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന ജലം തിളപ്പിച്ചും ശുദ്ധീകരിച്ചും മാത്രം ഉപയോഗിക്കണമെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുക. മഴക്കാലത്ത് വെള്ളം കൂടുതൽ മലിനമാകുന്ന സാഹചര്യമുള്ളതിനാൽ പ്രത്യേക ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണം. വീടുകളിലും പൊതുസ്ഥലങ്ങളിലും ശരിയായ രീതിയിൽ മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. കിണറുകളും ജലസ്രോതസ്സുകളും സംരക്ഷിക്കുക. കിണറുകൾക്ക് ചുറ്റും മാലിന്യം നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുക. സെപ്റ്റിക് ടാങ്ക് ചോർച്ച തടയാൻ കൃത്യമായ പരിശോധനയും പരിചരണവും പഞ്ചായത്ത് ഉറപ്പാക്കണം. ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം, വയറിളക്കം തുടങ്ങിയ സാംക്രമിക രോഗങ്ങൾ തടയുന്നതിനായി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും നിരന്തര പരിശോധന നടത്തുക. ജലസ്രോതസ്സുകളുടെ സംരക്ഷണക്കുറവ്, മാലിന്യ നിക്ഷേപം, ശുചിത്വക്കുറവ് എന്നിവയാണ് ഈ പ്രശ്നം കൂടുതൽ ഗുരുതരമാക്കുന്നത്. അതുകൊണ്ട് ജലമലിനീകരണം കുറയ്ക്കാനും സാംക്രമിക രോഗങ്ങൾ നിയന്ത്രിക്കാനും സർക്കാർ, പഞ്ചായത്ത്, പൊതുജനം എന്നിവർ കൂടി ചേർന്ന് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഈ പഠനം ചൂണ്ടിക്കാണിക്കുന്നു. ശുദ്ധജലത്തിന്റെ ഉപയോഗം, ജലസ്രോതസ്സുകളുടെ സംരക്ഷണം, ജനബോധവൽക്കരണം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്തിയാൽ ഈ പ്രശ്നം വലിയ തോതിൽ കുറയ്ക്കാൻ കഴിയുമെന്നത് ഈ പഠനത്തിന്റെ ഒരു പ്രധാന നിഗമനമാണ്. ഇനി തീരുമാനം നമ്മുടെ കൈകളിലാണ്. ഇതൊരു വീഡിയോ മാത്രമല്ല, ഒരു മുന്നറിയിപ്പാണ്. ജലത്തെ സംരക്ഷിക്കൂ, ആരോഗ്യത്തെ സംരക്ഷിക്കൂ. നമ്മുടെ ഭാവി നമ്മുടെ കൈകളിലാണ്. ഈ പഠനം ഇവിടെ അവസാനിക്കുകയാണ്, പക്ഷേ ഇനി നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ആരംഭിക്കുന്നത്. ഈ പഠനം സത്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു ശ്രമമാണ്. സാമൂഹ്യാരോഗ്യത്തിനായി ശബ്ദമുയർത്തുന്ന വേദിയാണ്. സബ്സ്ക്രൈബ് ചെയ്യൂ, ജാഗ്രത പാലിക്കൂ, മാറ്റത്തിന്റെ ഭാഗമാകൂ. ഇത് ക്യൂരിയസ് ടീൻ അന്വേഷണ സംഘം സൈനിങ് ഓഫ്. ഇതുപോലെ ഓക്കെ.
അതായത് നിങ്ങൾ പറഞ്ഞു മഴക്കാലത്താണ് ഈ രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങൾ കൂടുതലുള്ളത്. അത് എന്തുകൊണ്ടാണ്? മഴക്കാലങ്ങളിലാണ് ഇങ്ങനെ, മഴക്കാലങ്ങളിൽ കൂടുതലും വെള്ളപ്പൊക്കം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ ആകുമ്പോൾ ജലം നന്നായിട്ട് മലിനാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് ആ വെള്ളം തന്നെയാണ് നമ്മൾ കുടിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സാംക്രമിക. പിന്നെ അത് മാത്രല്ല, ഇപ്പൊ വീടുകളൊക്കെ അടുത്തടുത്ത് ഉണ്ടാക്കിയതുകൊണ്ട് ഈ കിണറുകൾ തമ്മിലും പിന്നെ ഈ സെപ്റ്റിക് ടാങ്ക് തമ്മിലും അകലം വളരെ കുറവാണ്. അപ്പൊ ഈ വെള്ളപ്പൊക്കം വരുമ്പോൾ സെപ്റ്റിക് ടാങ്കിലെ മലിനജലം ഈ കിണറിലേക്ക് കലരും. അതാണ് പിന്നെ ഈ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ കുടിക്കുന്നത്. അതോടെ സാംക്രമിക രോഗങ്ങൾ വ്യാപിക്കുന്നുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പൂർണ്ണമായ മലയാള നാമം എന്താണ്? മലയാളം അല്ല, ഇംഗ്ലീഷിലുള്ള നാമം എന്താണ്? അത് സാധാരണ ഇപ്പൊ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണല്ലോ. അതിന് ഇംഗ്ലീഷിലുള്ള പൂർണ്ണനാമം എന്താണ്? ഒന്നുകൂടി പറയും. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പൂർണ്ണമായ ഇംഗ്ലീഷ് നാമം. ഞങ്ങൾ ആ അസുഖത്തെക്കുറിച്ച് ഞങ്ങൾ ഓവറായിട്ട് പഠിച്ചിട്ടില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാൻ പോകും. ഞങ്ങൾക്ക് ഇനിയും കൂടുതൽ ഇവിടെ നിർത്തണില്ല ഞങ്ങൾ ഈ പഠനം. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങള് അല്ല, നിങ്ങൾ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചത് കൊണ്ടാണ് ചോദിച്ചത്. അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഇംഗ്ലീഷ് നാമം എന്ന് പറയുന്നത് അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് എന്നാണ്. ഞങ്ങൾക്കൊരു സന്ദേശം വന്നതിന് നന്ദി. ഇനി ആരെങ്കിലും? ഓക്കെ, ചോദ്യങ്ങളില്ലാന്ന് വിചാരിക്കുന്നു. ജഡ്ജസ്, നിങ്ങളുടെ പ്രസന്റേഷൻ സ്റ്റൈലിന് പുതുമയുണ്ടായിരുന്നു. ഇതിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. പിന്നെ നിങ്ങൾ ഇതിനകത്ത് റിപ്പോർട്ടിൽ നോക്കുമ്പോഴേ ഇപ്പോൾ സർവേ നടത്തുമ്പോൾ പകർച്ചവ്യാധികൾ ജലം വഴി പകരുന്നില്ല എന്ന് പറഞ്ഞ 20% പേരുണ്ട് അല്ലേ? എന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഇത്. കുറേ പേര് പകർച്ചവ്യാധികളൊന്നും വെള്ളം വഴി ഒന്നും വരില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ബോധവൽക്കരണമൊക്കെ നടത്തണ്ടേ? എന്താ അഭിപ്രായം? നടത്തണം. ഇനി കൂടാതെ അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ ജലം വഴി പകരുന്ന ഈ മഴക്കാലത്ത് ഈ കോളറ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവൂലേ, ആ പ്രശ്നങ്ങൾ കൂടുതലും ഈ വെള്ളപ്പൊക്കം ഉണ്ടാവുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. അത് ആ വെള്ളം വഴി പകരുന്നതാണ്. അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഞാൻ ചോദിച്ചതല്ല. അപ്പോൾ കുറേ പേര് തെറ്റിദ്ധാരണയുള്ളവരുണ്ടല്ലോ നിങ്ങളുടെ നാട്ടിൽ. അപ്പോൾ അവർക്ക് തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി എന്തെങ്കിലും സംഗതി ആലോചിക്കുന്നുണ്ടോ? ബോധവൽക്കരണ ക്ലാസ് ഒക്കെ നൽകാനാണ് ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ.